ചെലവ് കുറഞ്ഞ രീതിയിൽ സാധാരണക്കാർക്ക് ഒരു വീട് പണിയാമെന്നതിനെക്കുറിച്ച് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പാർട്ട് 2 ആയിട്ട് കുറച്ചുകൂടി ടിപ്സ് പറയാനുണ്ട്. കമൻറ്റ് രേഖപ്പെടുത്തിയതിൽ 2-3 സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഒന്ന്, ബാത്റൂമിൻ്റെ ഭിത്തി ഈർപ്പമുണ്ട്, അതെങ്ങനെ മാറ്റാം എന്നത്. മറ്റൊന്ന്, വെയ്റ്റ്ലെസ് കട്ടയും വി ബോർഡും എന്താണ് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് പരിചയപ്പെടുത്താം. കൂടാതെ ബാത്റൂമിൻ്റെ ഭിത്തിന്ന് മാത്രമല്ല, ഈ എറിച്ചിലടിച്ചിട്ട് ഭിത്തി നനയുന്നിടത്തും വെള്ളത്തിൻ്റെ ഈർപ്പം നിലനിൽക്കുന്ന ഭൂമിയുള്ളവർക്കും ഈ ഭിത്തിയിലൊക്കെ ഈർപ്പം ഉണ്ടാകും. അപ്പോൾ ഇതെങ്ങനെ മാറ്റാം എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൂടി ഞാൻ ഈ വീഡിയോയിൽ രേഖപ്പെടുത്തുന്നുണ്ട്. ഇതെന്നെ പോലെ സാധാരണക്കാരായ ആളുകൾക്ക് വേണ്ടി എങ്ങനെ ഈടുറ്റ നല്ല രീതിയിൽ ചെലവ് കുറഞ്ഞൊരു വീട് നിർമ്മിക്കാം എന്നതിനെക്കുറിച്ചുള്ള കുറച്ച് ടിപ്സുകൾ അടങ്ങുന്ന വീഡിയോയാണ് ഞാൻ ചെയ്യുന്നത്. കൂടാതെ ഇപ്പോൾ പണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് ഇഷ്ടം പോലെ പൈസയുണ്ട്, അപ്പോൾ അതിനനുസരിച്ചുള്ള കോൺട്രാക്ടർമാരെ വെച്ച് വീട് പണിയാൻ പറ്റുന്നവർ ഈ വീഡിയോ കാണണമെന്നില്ല. എന്നാൽ അങ്ങനെയുള്ളവരും കാണണമെന്നാണ് ഞാൻ പറയുന്നത്. കാരണം എൻ്റെ കസിൻ അവരൊരു വീട് പണിതു. ഏതാണ്ട് 1 കോടിക്ക് അടുത്ത് വരും ആ വീടിൻ്റെ ചെലവ്. അവരെ മൊത്തമേ കോൺട്രാക്റ്റ് കൊടുത്തു. അവർ കെട്ടിടം പണിത് കഴിഞ്ഞപ്പോഴാണ് ഫർണിച്ചർ ഉൾപ്പെടെ ഷെൽഫ് ഒക്കെ അവർ തേക്കിൻ തടിയിൽ തീർക്കണമെന്നാണ് പറഞ്ഞത്. പക്ഷേ കോൺട്രാക്ടർമാർ ശരിക്കും പറ്റിച്ചു. അവർ വേറെ എന്തോ തടി കൊണ്ടുവന്നിട്ട് പണിതിട്ട് ഇവരെന്ത് ചെയ്തു, തേക്കിൻ്റെ പോളിഷ് അടിച്ച് മിനുക്കി. കാരണം ഇത് അവർക്ക് നോക്കാൻ, അവർ ജോലിക്കാരായതുകൊണ്ട് സമയത്ത് അവർ നോക്കി നിൽക്കാനോ ഒന്നിനും സമയമില്ലാത്ത ആളുകളായിരുന്നു. അതുകൊണ്ട് ഈ പണിത് കഴിഞ്ഞപ്പോൾ വേറൊരു ആശാരി വന്ന് കണ്ടപ്പോഴാണ് പറയുന്നത് ഇതൊന്നും തേക്കിൻ തടിയല്ല എന്ന്. അങ്ങനെ പറ്റിക്കപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല, വാർക്കയ്ക്കാണെങ്കിലും ഈ കൃത്രിമം കാണിക്കാൻ പറ്റും. പാറപ്പൊടി കൂടുതലിട്ടൊക്കെ വാർത്തൊക്കെ വെക്കാം. കുറേ കഴിയുമ്പോഴായിരിക്കും അത് കുറേശ്ശെ പൊളിഞ്ഞു പോരാൻ തുടങ്ങുന്നത്. പാറപ്പൊടി പയ്യെ ഇങ്ങനെ പൊളിഞ്ഞു വരാൻ തുടങ്ങും. ഇപ്പോൾ ഹരിശ്രീ അശോകൻ്റെ വീട് ഞാനൊരു വീഡിയോയിൽ കണ്ടു. അതിൻ്റെ ടൈലെല്ലാം പൊങ്ങി പോന്നിരിക്കുന്നു എന്ന്. അതേ ടൈല് തന്നെ പല ക്വാളിറ്റിയിലുള്ളതുണ്ട്. ചിലതിങ്ങനെ ടൈല് വിരിച്ചു കുറച്ച് കഴിയുമ്പോഴായിരിക്കും അത് വള്ളം പോലെ ഇങ്ങനെ വളഞ്ഞു പൊങ്ങി വരും. അത് ടൈലിൻ്റെ ക്വാളിറ്റിയുടെ കുറവാണ്. മാത്രമല്ല, ഈ ടൈലിടുന്നയാൾ നല്ല രീതിയിൽ അടിയിൽ ഫില്ല് ചെയ്ത് വരയ്ക്കും. ഈ ടൈൽ ഒട്ടിക്കുന്നതിന് മുമ്പ് നന്നായി വരച്ച് അതൊക്കെ നല്ല കറക്റ്റ് ആണെങ്കിൽ മാത്രമേ ഈ ടൈല് നല്ല ഭംഗിയായിട്ട് അത് ഉറച്ചിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഇങ്ങോട്ട് പയ്യെ പൊങ്ങി പോരാൻ തുടങ്ങും. പിന്നെ ടൈലിട്ട് കഴിഞ്ഞ് നനയ്ക്കണം, വെള്ളം കെട്ടി നിർത്തണം. അതൊക്കെ ചിലരൊന്നും വെള്ളം കെട്ടി നിൽക്കാനൊന്നും പറയത്തില്ല. അങ്ങനെയൊക്കെ ചെയ്യുന്നവരൊക്കെ ഉണ്ട്. കോൺട്രാക്ടറെ വെച്ച് പണിയിപ്പിക്കുന്നവരാണെങ്കിൽ പോലും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതിനെക്കുറിച്ച് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. കൂടാതെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന കോൺട്രാക്ടർമാർക്കും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയിരിക്കും. ഫസ്റ്റിലെ തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ചിലപ്പോൾ ഞാൻ മറന്നുപോയെങ്കിലോ. അതുകൊണ്ട് ഈ വീട് വാർക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. പലർക്കും അബദ്ധങ്ങൾ സംഭവിക്കാറുണ്ട്. അത് ഞാൻ ആദ്യമേ തന്നെ പറയട്ടെ. നമ്മളൊരു വീട് വാർപ്പ് എപ്പോഴും കോൺട്രാക്റ്റ് കൊടുക്കുന്നതാണ് നല്ലത്. പക്ഷെ കട്ട നമ്മൾ പണിയുമ്പോൾ, കട്ട കെട്ടിക്കുമ്പോൾ നമ്മളത് കൂലിക്ക് പണിയിപ്പിക്കുന്നതാണ് ലാഭം. കാരണം ഒരു മേസ്ത്രി 100-120 കട്ടയൊക്കെ ഒരു ദിവസം കെട്ടും. വെയ്റ്റ്ലെസ് കട്ടയാണെങ്കിൽ അതിൽ കൂടുതൽ കെട്ടാൻ പറ്റും. അപ്പോൾ കൂലിക്ക് നമ്മൾ ആളെ കൂട്ടി പണിയിപ്പിക്കുകയാണെങ്കിൽ ഒരു മൈക്കാട് ഒരു മേസ്ത്രിയും കൂടി നിന്ന് കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ ഈ പണി അങ്ങ് തീരും. അതേസമയം കോൺട്രാക്റ്റ് കൊടുക്കുമ്പോൾ ചില മേസ്ത്രിമാർ ചോദിക്കും, കട്ടയ്ക്ക് ഒന്നിന് 20 രൂപ വെച്ച് തച്ച പറയും അവർ. അതുകൊണ്ട് നമ്മളെപ്പോഴും കൂലിക്ക് തന്നെ പണിയിപ്പിക്കുന്നതാണ്, കട്ട പണിയിപ്പിക്കുന്നത് ലാഭം. പിന്നെ വീട് വാർക്കുമ്പോൾ നമ്മൾ എന്തായാലും കോൺട്രാക്റ്റ് കൊടുക്കണം. അവർ സ്ക്വയർ ഫീറ്റിന് റേറ്റ് പറഞ്ഞാണ് ഈ വീട് വാർപ്പ് നടത്തുന്നത്. പക്ഷെ നമ്മൾ ഈ വീട് വാർപ്പ് നടത്തുമ്പോൾ നമ്മൾ അവർക്കുള്ള ഭക്ഷണം കൊടുക്കാനും അവർക്കൊരു നല്ല സദ്യ തന്നെ കൊടുക്കും. അതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഓടിപ്പാഞ്ഞ് നടക്കും. അത് നിങ്ങൾ ഒഴിവാക്കണം. നമ്മൾ ഒരു ഹോട്ടലിൽ നിന്ന് അന്നത്തെ ദിവസം ഫുഡ് മേടിച്ച് കൊടുത്താലും നമുക്ക് ലാഭമാണ്. കാരണം വീട് വാർപ്പിൻ്റെ അന്ന് നമ്മൾ ആ വാർക്കപ്പൊക്കത്തിൽ ഉണ്ടാവണം ഈ ഗ്രഹനാഥൻ. അതിന് ഉത്തരവാദിത്തപ്പെട്ട് ആരെങ്കിലും 1-2 പേരെങ്കിലും വാർപ്പിൻ്റെ സമയത്ത് ഇവർ ഈ കോൺക്രീറ്റ് ഫില്ല് ചെയ്യുന്ന സമയത്ത് ഈ വാർക്കയുടെ മുകളിൽ ഉണ്ടാവണം. കാരണം പറയാം, വാർപ്പിൻ്റെ കമ്പി കെട്ടി കഴിയുമ്പോൾ തന്നെ നമ്മൾ വീട് വയറിങ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പൈപ്പ് ഇടും. അപ്പോൾ ഈ പൈപ്പ് ഇട്ട് കഴിഞ്ഞിട്ടാണ് നമ്മൾ വാർക്കുന്നത്. അതെല്ലാവർക്കും അറിയുള്ള കാര്യമാണല്ലോ. വാർക്കയുടെ സമയത്ത് കോൺക്രീറ്റ് കൊണ്ടുവന്നിട്ട് പൈപ്പ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ടാകും. കൂടാതെ ഈ വൈബ്രേറ്റർ ഉപയോഗിക്കുന്ന അവർ വളരെ സൂക്ഷിച്ചില്ലെങ്കിൽ ഈ പൈപ്പ് ഇടുന്നത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അത് നോക്കി നിന്ന് ആ പൈപ്പിൽ വൈബ്രേറ്റർ കൊള്ളാത്ത രീതിയിൽ അവരെ കൊണ്ട് ചെയ്യിക്കണം. പിന്നെ കോൺട്രാക്റ്റ് കൊടുക്കുന്നതിന് മുമ്പ് നമ്മളൊരു ഉടമ്പടി എഴുതുന്നത് നല്ലതാണ്. കാരണം അതിനകത്ത് പിന്നെ എന്തെങ്കിലും ഫാൾട്ട് ഉണ്ടെങ്കിൽ ഇവരോട് നമുക്ക് നഷ്ടപരിഹാരം ചോദിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു ചെറിയ ഉടമ്പടി എഴുതണം. ഇപ്പോൾ 80,000 രൂപയ്ക്ക് അല്ലെങ്കിൽ 1,20,000 രൂപയ്ക്ക് ഞങ്ങളിത് വാർത്ത് തരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ചെറിയ ഉടമ്പടി എഴുതി അവരെ കൊണ്ട് സൈൻ ചെയ്യിക്കണം. അത് മറക്കരുത്.
അപ്പോൾ ഈ വാർക്കുന്ന സമയത്ത് ഈ പൈപ്പ് പൊട്ടാതെ നമ്മൾ ശ്രദ്ധിക്കണം. വാർക്ക കഴിഞ്ഞ് ഈ പൈപ്പിനുള്ളിലൂടെ വയർ വലിച്ചതിന് ശേഷം നമുക്ക് എല്ലാം പൈപ്പും ഓപ്പൺ ആണ്, കുഴപ്പമില്ല എന്ന് ഇലക്ട്രീഷ്യനെ കൊണ്ട് ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ ഈ കോൺട്രാക്റ്റ് കൊടുത്ത ആൾക്ക് മുഴുവൻ പൈസയും കൊടുക്കാവൂ. നമ്മളൊരു 25,000 രൂപയെങ്കിലും നമ്മൾ കയ്യിൽ പിടിച്ചിട്ട് ബാക്കിയുള്ള എമൗണ്ട് ഈ കോൺട്രാക്റ്റ് പറഞ്ഞതനുസരിച്ചുള്ള എമൗണ്ട് കൊടുക്കാവൂ. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ വാർക്കയൊക്കെ കഴിഞ്ഞു നമ്മളത് വെള്ളം ഒഴിച്ച് വാർക്ക നന്നായിട്ട് ഉറപ്പായി സെറ്റായി എന്ന് കണ്ടതിന് ശേഷം 15 ദിവസം കഴിയുമ്പോഴാണ് ഇത് മുട്ടും തൂണും ഒക്കെ അഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണല്ലോ ഇലക്ട്രീഷ്യൻ വർക്ക് നടത്തുള്ളൂ. അപ്പോൾ ഈ ഇലക്ട്രീഷ്യൻ വർക്ക് നടത്തുമ്പോൾ ഈ വയറ വലിച്ച് എല്ലാ പൈപ്പും ഓപ്പൺ ആണെങ്കിൽ മാത്രമേ, പൊട്ടിയിട്ടൊന്നും ഇല്ലെങ്കിൽ മാത്രമേ ഈ വയറ നല്ല സ്മൂത്തായിട്ട് വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ ഇലക്ട്രീഷ്യന്. പല വീടുകളിലും ഇതൊക്കെ പൊട്ടിപ്പോയിട്ട് വെറുതെ പൈപ്പ് ഇട്ട് കിടക്കുന്ന അവസ്ഥയൊക്കെ ഉണ്ട്. വയറ വലിക്കുമ്പോൾ ആ ഇലക്ട്രീഷ്യൻ പറയും അതിലൂടെ ഒന്നും കിട്ടത്തില്ല, വെറുതെ നമ്മൾ ആ കാശൊക്കെ വെറുതെ മുടക്കിയതെന്നൊക്കെ പറയുന്ന കേസുകളുണ്ട്. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വളരെ സൂക്ഷ്മതയോടുകൂടി ഈ ഫില്ല് ചെയ്യുന്നയാൾ ഈ വൈബ്രേറ്റർ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കി കണ്ട് മനസ്സിലാക്കി ഉറപ്പാക്കിയിരിക്കണം. അപ്പോൾ നമ്മളൊരു 25,000 ചുരുങ്ങിയതൊരു 10,000 രൂപയെങ്കിലും നമ്മൾ കൈ പിടിച്ചിട്ട് ബാക്കി എമൗണ്ട് നമ്മൾ ഈ കോൺട്രാക്ടർക്ക് കൊടുക്കാവൂ. അത് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പിന്നെ നമ്മൾ ഈ വയറ് വലിച്ചു നമ്മൾ ഇലക്ട്രീഷ്യൻ വർക്ക് ഒരാൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും ലൈസൻസ് ഉള്ള ആൾക്ക് വേണം ഈ ഇലക്ട്രീഷ്യൻ വർക്ക് കൊടുക്കാൻ. ഇല്ലെങ്കിൽ പകുതി പണി കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇനി പിന്നെ വരാം, ഇപ്പം ഞങ്ങൾ വേറൊരു വീട്ടിൽ വർക്ക് പിടിച്ചിരിക്കുക, അതൊന്ന് തീർത്തു കൊടുത്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞ് ഇവർ കാശ് മേടിച്ചുകൊണ്ട് പോകും. നമുക്ക് പിന്നെ ലൈസൻസ് ഉള്ള ആളെ അന്വേഷിച്ച് നമ്മൾ നടക്കേണ്ടി വരും. പിന്നെ ഇവർ മുഴുവൻ പണിയും തീർക്കാതെ പൈസ നമ്മുടെ കയ്യിൽ നിന്ന് മേടിച്ചുകൊണ്ട് പോയിട്ട് പിന്നെ ഇവരെ വിളിച്ചാൽ ചിലപ്പം കിട്ടിയെന്ന് വരില്ല. നമുക്ക് എന്തായാലും ലൈസൻസ് പേപ്പർ ഒപ്പിട്ട് കിട്ടണമല്ലോ, എങ്കിലല്ലേ നമുക്ക് കണക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പം അതിനൊക്കെ ഒരുപാട് നൂലാമാലകളുണ്ടാവും. അപ്പം നമ്മൾ ലൈസൻസ് ഉള്ള ആളെ തന്നെ ഈ വർക്ക് ഇലക്ട്രീഷ്യൻ വർക്ക് ഏൽപ്പിക്കാൻ ശ്രമിക്കണം. പിന്നെ നമ്മൾ ഈ ഇലക്ട്രീഷ്യൻ വർക്കിന് ആവശ്യമായ ഈ സ്വിച്ച് ബോർഡ്, വയർ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം മേടിക്കുന്ന കടയിൽ പല വിലയുടെ സാധനങ്ങളുണ്ട്. അപ്പോൾ കമ്പനി ചിലപ്പം വി ഗാർഡിൻ്റേതായിരിക്കും സൂപ്പർ, എന്നാൽ അതിനേക്കാൾ വില കൂടിയ പുതിയ മാർക്കറ്റിൽ വേറെ വയറൊക്കെ ഈ സ്വിച്ച് ബോർഡൊക്കെ ഇറങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ കടക്കാർ എന്ത് പറയും, ഇത് നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ്, ഒരു കുഴപ്പമില്ല, ഇത് മേടിച്ചോന്ന് പറഞ്ഞ് നമ്മളെ വലിയ എമൗണ്ടിൻ്റെ സ്വിച്ച് ബോർഡും വയറും സാധനങ്ങളെല്ലാം മേടിപ്പിക്കാൻ നോക്കും. കാരണം ഇതിനൊക്കെ നല്ല പൈസയാണ്. അപ്പോൾ നമുക്ക് ഒരു ഇലക്ട്രീഷ്യനോട് ചോദിക്കുക ഇപ്പം നിലവിൽ ഏതാണ് നല്ല ഐറ്റം, മാർക്കറ്റിലുള്ള ഏറ്റവും നല്ല സാധനം ഏതാണെന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഈ വിലയൊക്കെ ഒന്ന് താരതമ്യം ചെയ്തിട്ട് മേടിക്കുന്നതായിരിക്കും നല്ലത്. മറ്റൊരു ടിപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഇലക്ട്രിക് സാധനങ്ങൾ ഈ വയറിങ്ങിനുള്ള വയറും പിന്നെ ബൾബ്, സ്വിച്ച് ബോർഡ്, ഇങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമ്മൾ മേടിക്കുമ്പോൾ നമ്മൾ വീട് പണിയുന്ന ഇതൊക്കെ ഏറ്റെടുത്ത് ചെയ്യുന്ന കോൺട്രാക്ടർമാരുണ്ടാവും. അവർ വഴി നമ്മൾ അവർക്ക് പരിചയമുള്ള കടകളിൽ നിന്ന് മേടിച്ചാൽ നമുക്ക് ഹോൾസെയിൽ വിലയ്ക്ക് ഈ സാധനങ്ങൾ അത്രയും കിട്ടും. കാരണം ഇവർ നിരന്തരം എന്ന് പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കടയുമായിട്ട് അവർക്കൊരു കോണ്ടാക്ട് ഉണ്ടാവും. അപ്പോൾ അവർ ആ കടയിൽ നിന്നായിരിക്കും റെഗുലറായിട്ട് സാധനങ്ങൾ മേടിക്കുന്നത്. അപ്പോൾ അവർക്ക് സാധാരണഗതിയിൽ ഹോൾസെയിൽ വിലയ്ക്ക് കടക്കാർ സാധനങ്ങൾ കൊടുക്കുക. അപ്പം നമ്മൾ അവർ വഴി മേടിക്കുകയാണെങ്കിൽ നമുക്കതൊരു ലാഭമായിരിക്കും. മറ്റൊന്ന്, നമ്മൾ ഈ വാർക്ക ചെയ്യുമ്പോൾ നമ്മൾ വെയ്റ്റ്ലെസ് കട്ടയ്ക്ക് ഒരു 4-5 കട്ട പൊക്കം വെയ്റ്റ്ലെസ് കട്ട, അതിന് മുകളിലേക്ക് നമ്മൾ വി ബോർഡ് പണിയാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഈ ചുറ്റോട് ചുറ്റും വാർക്ക ഒരു 2 അടിയോളം തള്ളിയിട്ട് വാർക്കാൻ പറ്റും. കാരണം വെയ്റ്റ്ലെസ് കട്ട ഒരു 4-5 നിരയെ പണിയുന്നുള്ളൂ, അതിന് മുകളിലേക്ക് വി ബോർഡ്. അപ്പോൾ ഒത്തിരി വെയിറ്റ് കയറുന്നില്ല ഈ വാർക്കയുടെ മുകളിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയും തള്ളിയിട്ട് വാർത്തിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ പണിയുമ്പോൾ കൂടുതൽ സ്പേസ് കിട്ടും. അത് നിങ്ങൾ ശ്രദ്ധിക്കുക. മറ്റേ സിമെന്റേഷനേക്കാണ് പണിയുന്നതെങ്കിൽ നമുക്ക് അങ്ങനെ തള്ളിയിട്ടത് കൊണ്ട് വലിയ പ്രയോജനം ഒന്നും ഉണ്ടാവുന്നില്ല. കാരണം സിമെന്റേഷനെ കൊണ്ട് പണിയുമ്പോൾ അതിൻ്റെ വെയിറ്റ് കയറുന്നതുകൊണ്ട് ചിലപ്പോൾ വാർക്ക ഒടിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ ഭിത്തിയുടെ മുകളിൽ തന്നെ കട്ട വരത്തക്ക രീതിയിലാണ് നമ്മൾ മുകളിലേക്ക് സിമെന്റേഷനേക്ക് പണിയാൻ പറ്റുള്ളൂ. വെയ്റ്റ്ലെസ് കട്ടയും വി ബോർഡും ആണെങ്കിൽ ഒറ്റ കുഴപ്പവും വരില്ല. നമുക്ക് ഈ വാർക്ക തള്ളിയിട്ടിട്ട് സ്പേസ് കൂടുതലെടുത്ത് പണിയാൻ പറ്റും. ഇനി നമ്മൾ ഈ വാർക്കയ്ക്ക് മുകളിൽ നമ്മൾ വി ബോർഡോ വെയ്റ്റ്ലെസ് കട്ടയോ ഉപയോഗിച്ച് പണിയുമ്പോൾ ഏറ്റവും നല്ലത് അത് തന്നെയാണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കാരണം എറിച്ചിലടിക്കാതെ നമ്മൾ മുകളിൽ ഷീറ്റ് ഇടുമ്പോൾ അത് ഇച്ചിരി തള്ളിയിട്ടാൽ മതി. ഒരു 1.5-2 അടിയോടത്തോളം ഷീറ്റ് തള്ളിയിട്ടാൽ എറിച്ചിലടിക്കുകയില്ല. ഇനി നമ്മൾ ഈ വി ബോർഡ് കൊണ്ട് പണിതിട്ട് അത് പുട്ടിയടിക്കണം. പുട്ടിയടിച്ചാൽ ഇത് കട്ടയാണോ വി ബോർഡാണോ എന്ന് കണ്ടാൽ മനസ്സിലാവില്ല. നല്ല ഭംഗിയാണ്. ആ പുട്ടി അടിച്ചിട്ട് നിങ്ങൾക്ക് പെയിന്റ് അടിക്കാം. പിന്നെ ഈ പെയിന്റിന്റെ കാര്യം പറയുമ്പോൾ ഞാനൊന്ന് പറയട്ടെ, നമ്മൾ എപ്പോഴും വീടിന് വൈറ്റ് പെയിന്റ് ഉപയോഗിക്കുന്നത് തന്നെയാണ് നല്ലത്. കാരണം
ഒരു 10 വർഷമൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഈ പെയിൻ്റൊക്കെ മങ്ങൽ വീഴും, അതല്ലെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ചെളിയൊക്കെ പറ്റും. അപ്പോൾ നമുക്ക് വീണ്ടും അത് പെയിൻറ്റ് ചെയ്ത് നല്ല ഫ്രഷ് ആക്കി നമ്മുടെ വീട് എന്നും, ഞാനൊക്കെ എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറഞ്ഞ വീട് കുളിച്ചൊരുങ്ങി നിൽക്കുക എന്ന് പറയും. അങ്ങനെ ഒരു അവസ്ഥയിൽ നമ്മുടെ വീട് എപ്പോഴും നിലനിർത്തിക്കൊണ്ട് പോകണമെങ്കിൽ നമ്മൾ കൂടെ പെയിൻ്റൊക്കെ അടിച്ച് പുതുക്കി വെക്കണം. അങ്ങനെ പെയിൻ്റ് അടിക്കുമ്പോൾ കളർ പെയിൻ്റ് ആണ് നമ്മൾ അടിക്കുന്നതെങ്കിൽ നമുക്ക് അതേ കളറിലുള്ള പെയിൻറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പം കളർ പെയിൻറ്റ് അടിക്കണമെന്ന് നിർബന്ധമുള്ളവർ എന്ത് ചെയ്യണം? ആ കളർ മിക്സ് ചെയ്ത് നമ്മളുടെ കയ്യിൽ കിട്ടുന്ന ആ പെയിൻറ്റ് പാട്ടം നമ്മൾ സൂക്ഷിച്ചു വെച്ചിരിക്കണം. കാരണം നമ്മൾ ഈ ഇന്ന കളർ ഒരു ഗ്രീൻ കളറാണ്, അതല്ലെങ്കിൽ ഒരു ആഷ് കളറാണോ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കടയിൽ ചെന്ന് ചോദിച്ചാലൊന്നും നമ്മൾ ഭിത്തിക്കടിച്ച് അതേ കളർ കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇനി ഒരു വീട് വാർക്കുന്നതിന് മുമ്പ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കണം. നമ്മൾ അതിനുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇറക്കി കൊടുക്കണം. മണല്, സിമന്റ്, കമ്പി എല്ലാം നമ്മൾ ഇറക്കി കൊടുത്തിട്ട് ഈ കൂലി മാത്രമേ നമ്മളൊരു കോൺട്രാക്ട് ബേസിൽ പറഞ്ഞ് ഏർപ്പാടാക്കി കൊടുക്കാവൂ. കാരണം നമ്മളിത് അടങ്കലേ നമ്മൾ കോൺട്രാക്ട് കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിന് സിമെന്റ് ഒന്നും ഈ കോൺട്രാക്റ്റുകാർ ഇട്ടെന്ന് വരില്ല. അവർ പറയുന്ന കണക്കിനനുസരിച്ചുള്ള സിമെന്റും മണലും ഒക്കെ നമ്മൾ ഇറക്കി കൊടുക്കുകയാണെങ്കിൽ അവിടെ ഒരു കൃത്രിമം വരുന്നില്ലല്ലോ, അത് ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ കൂടുതലും പാറപ്പൊടി ഉപയോഗിച്ചാണ് ഇപ്പോൾ വാർക്ക് നടത്തുന്നത്. അപ്പം നമ്മൾക്ക് ഈ പാറപ്പൊടി എന്നുള്ളത് നല്ല ക്രഷ് കണ്ടെത്തി കൃഷിയിൽ പോയി നമ്മൾ അന്വേഷിക്കണം. പാറപ്പൊടി നല്ല കഴുകിയ മണലാണോ? വാർക്കയ്ക്ക് പ്രത്യേക മണലുണ്ട്, ചെറിയ തരിയൊക്കെയുള്ള നല്ല കഴുകിയ മണലാണ് ഉപയോഗിക്കേണ്ടത്. ഇത് നല്ലപോലെ കഴുകിയ ചെറിയ തരിയുള്ള മണലാണോ എന്ന് നമ്മൾ നോക്കി കണ്ട് വിലയിരുത്തണം. അതല്ലെങ്കിൽ ഈ ലോറിക്കാർ നമ്മൾ വിളിച്ചു പറഞ്ഞു, അവർ നമുക്ക് മണലിറക്കി സ്പോട്ടിൽ കൊണ്ടുവന്ന് മണലിറക്കി തരും. അന്നേരം നമ്മളെ ചതിയിൽ പെടുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ, ഒരു 150 അടി മണൽ കൊള്ളുന്ന ഒരു ലോറിയിൽ ഏകദേശം ഒരു 100-120 അടി വരെ അവർ കഴുകിയ മണൽ കയറ്റും. ബാക്കി 30 അടി മണൽ ഈ പാറപ്പൊടി മിക്സ് ചെയ്യും. അത് കൃഷിക്കാരും ഈ ലോറിക്കാരും തമ്മിലുള്ള ഒരു കരാറാണ്. അങ്ങനെ ഒരു 30 അടി പാറപ്പൊടി ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രൂപ എത്രയാണ് നഷ്ടം? പാറപ്പൊടിയുടെയും ഈ കഴുകിയ വാർക്ക മണലിൻ്റെയും വിലയിൽ നല്ല വ്യത്യാസമുണ്ട്. നമുക്ക് പൈസ നഷ്ടമല്ല നമുക്ക് മെയിനായ ഘടകം. പാറപ്പൊടിയുടെ അംശം ഇതിനകത്ത് കൂടുതലായി വന്നാൽ ഈ വാർക്കയ്ക്ക് വിള്ളൽ വീഴാനുള്ള സാധ്യതയുണ്ട്. വെള്ളം ഒഴിച്ചിട്ട് നമ്മളത് നന്നായിട്ട് വാർക്കയൊക്കെ കഴിഞ്ഞ് 10-15 ദിവസം കഴിഞ്ഞ് തട്ട് പൊളിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പാറപ്പൊടി കൂടുതലാണെങ്കിൽ ആ വാർക്കയ്ക്ക് വിള്ളൽ വീഴും. അങ്ങനെ വരുമ്പോൾ മഴയൊക്കെ നനഞ്ഞു കഴിഞ്ഞാൽ താഴേക്ക് ഈ വെള്ളം ഇറ്റിറ്റ് വീഴും, അങ്ങനത്തെ അവസ്ഥയൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ വാർക്കയുടെ കാര്യത്തിൽ നമ്മൾ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ ഇതെല്ലാം നമ്മൾ നോക്കി കണ്ട് ഉറപ്പാക്കി കൃഷിയിൽ ചെന്ന് നോക്കി വേണം ഈ പാറ മണല് നമ്മുടെ വാർക്കയ്ക്ക് വേണ്ടി എടുക്കാവൂ. ബാക്കിയുള്ളതിനൊക്കെ ഇച്ചിരി പാറപ്പൊടി കൂടിയാലും കുഴപ്പമില്ല. ഇപ്പോൾ കട്ടയൊക്കെ പാറപ്പൊടിക്ക് പണിയാം, അതൊന്നും പ്രശ്നമല്ല. അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു കാര്യമാണ്. മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ വാർക്ക മണൽ ഇറക്കാനാണെങ്കിലും ഭിത്തി കെട്ടാനുള്ള മണൽ ഇറക്കാനാണെങ്കിലും നമ്മൾ ലോറി വിളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ലോറിക്കാരനോട് ചോദിക്കുക ഇത് 150 അടിയാണോ 140 അടിയാണോ എന്ന്. കാരണം പറയാം, ചില ലോറിക്കാർ ലോറി ഇനി വാങ്ങിച്ചതിന് ശേഷം ഇപ്പം മെഷീന് അതിൻ്റെ ബോഡിയൊക്കെ അവർ പണിയിപ്പിക്കും. ആ ലോറിയുടെ ബോഡി പണിയിപ്പിക്കുമ്പോൾ ചിലപ്പോൾ 140 അടിയേ കാണത്തുള്ളൂ. അവർ പറയും 150 അടിയാണെന്ന്. നമ്മൾ ലോറിക്കാരോട് ചോദിക്കുക ഇത് 150 അടിയാണോ, ഞങ്ങൾ ഇത് അളന്ന് നോക്കേണ്ടതുണ്ടോ എന്ന്. നിങ്ങൾക്ക് അളക്കാൻ അറിയാമെങ്കിൽ അത് അളന്ന് തിട്ടപ്പെടുത്തുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു ലോറിയിൽ 10 അടി മണൽ കുറഞ്ഞാൽ നമ്മൾ ആ 10 അടിയുടെ പൈസ നല്ല പൈസ, ഇപ്പോൾ ഏതാണ്ട് പാട്ടൊക്കെ എനിക്ക് തോന്നുന്നു 80-85 രൂപയും കണ്ടെന്നാണ് തോന്നുന്നത്. അപ്പം നമുക്ക് അത്രയും പൈസ നഷ്ടം വരും. അതുകൊണ്ട് ലോറി വിളിക്കുമ്പോൾ നമ്മൾ അതുകൂടി ശ്രദ്ധിക്കണം. ഇനി മുകളിൽ നമ്മൾ ബാത്റൂം പണിയുമ്പോൾ എപ്പോഴും താഴത്തെ ബാത്റൂമിൻ്റെ മുകളിൽ തന്നെ ബാത്റൂം തീർക്കാൻ ശ്രദ്ധിക്കണം. മുൻ വീഡിയോയിൽ ഞാൻ പറഞ്ഞു, താഴെ നിന്നും നമ്മൾ സ്റ്റെപ്പ് പണിയുമ്പോൾ നമ്മൾ താഴത്തെ ബാത്റൂമിൻ്റെ മുകളിലേക്ക് ചെന്ന് കയറിയിട്ട് അവിടെ നിന്നും കൂടുതലൊന്നും വരില്ല, 2 സ്റ്റെപ്പ് അല്ലെ 3 സ്റ്റെപ്പ് പരമാവധി മുകളിലത്തെ റൂമിലേക്ക് കയറാൻ. അപ്പോൾ നമ്മളിങ്ങനെ ഒരു L ഷേപ്പിൽ സ്റ്റെപ്പ് വളഞ്ഞു വരും. അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, താഴത്തെ ബാത്റൂം നമ്മൾ പണിയുമ്പോൾ ഒരു 7 അടി നീളവും 5 അടി വീതിയും വേണം. അങ്ങനെ 7 അടി നീളത്തിൽ ഈ സ്റ്റെപ്പ് കയറി അങ്ങ് ചെല്ലുന്നിടത്ത് ഒരു 3 അടി പോർഷൻ മതി ഈ സ്റ്റെപ്പ് കയറി ചെന്ന് തിരിയാൻ. ബാക്കി 4 അടി ബാക്കിലേക്ക് കിടക്കുകയാണ്. അപ്പം ആ 4 അടിയുടെ കൂടെ നമ്മൾ വാർക്ക തള്ളിയിട്ട് വാർക്കുമ്പോൾ അതിൻ്റെ ഏരിയയും കൂടി കിട്ടും. അത്രയും പോർഷനും കൂടി കിട്ടുന്നതുകൊണ്ട് മുകളിലും ഏകദേശം ഒരു 6 അടി നീളത്തിൽ ഒരു ബാത്റൂം കിട്ടും. അപ്പോൾ 6 അടി നീളത്തിൽ 5 അടി വീതിയിൽ നമുക്കൊരു ബാത്റൂം മുകളിൽ പണിയാൻ പറ്റും. മുകളിൽ നമുക്ക് 6 അടി നീളവും 5 അടി വീതിയും മതി ഒരു ബാത്റൂമിന്. അപ്പം നമ്മൾ
താഴെ പണിയുന്ന ബാത്റൂമിൻ്റെ മുകളിൽ തന്നെ നമ്മൾ ഒരു ബാത്റൂം പണിയുമ്പോൾ ഉള്ള ഗുണം, നമ്മൾ പൈപ്പ് ഇടുമ്പോൾ എപ്പോഴും ആ വെള്ളം വരുന്ന സ്ഥലം, നമ്മളിപ്പോൾ എവിടെ നിന്നാണ് വാട്ടർ ടാങ്കിൽ നിന്ന് നമ്മൾ പൈപ്പ് കണക്ട് ചെയ്ത് ബാത്റൂമിലേക്ക് വെള്ളം വരാൻ വേണ്ടി നമ്മൾ പൈപ്പ് ഇടും. അങ്ങനെ വരുമ്പോൾ ഈ പൈപ്പ് വലിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ്, ഇങ്ങനെ ഒരുപാട് സ്ഥലത്തു കൂടി പൈപ്പൊന്നും വലിച്ചുകൊണ്ട് പോവേണ്ടി വരുന്നില്ല. കാരണം 2 ബാത്റൂമിലും പൈപ്പിൻ്റെ നീളം കുറഞ്ഞു കിട്ടും. അങ്ങനെയൊക്കെ കുറച്ച് ലാഭങ്ങളുണ്ട്. പിന്നെ തന്നെയല്ല, ഇനിയിപ്പം നമ്മൾ മുകളിലത്തെ ബാത്റൂം വളരെ ഭംഗിയായി ടൈലൊക്കെ ഇട്ട്, ഇപ്പം ഞാൻ വി ബോർഡിന് പണിയുന്ന കാര്യം പറഞ്ഞു. പക്ഷേ ബാത്റൂമിൻ്റെ ഭിത്തി എപ്പോഴും നമ്മൾ സിമെൻറ്റ് ഇഷ്ടികയ്ക്ക് തന്നെ പണിയണം. അത് മുകളിലത്തെ നില പണിയുമ്പോൾ ഒരു 4 ഇഞ്ച് കട്ടയ്ക്ക് പണിതാൽ മതി. മുകളിലത്തെ ബാത്റൂമിൽ നമ്മൾ ടൈലൊട്ടിച്ചു എങ്ങാനും ഒരു ഇച്ചിരി ഈർപ്പം താഴേക്ക് വലിയുകയാണെങ്കിൽ തന്നെ, പല കെട്ടിടങ്ങളുടെയും ഞാൻ കണ്ടിട്ടുണ്ട്, വലിയ കോൺട്രാക്ടർമാർ പണിത് ബിൽഡിംഗ് എന്ന് കണ്ടാൽ മതി, മുകളിലത്തെ ബാത്റൂമിൻ്റെ അടിയിൽ നല്ല ലീക്കുണ്ട്, വെള്ളം ഇങ്ങനെ ഓരോ തുള്ളിയായിട്ട് ഇറ്റിറ്റ് വീഴുന്നത് കാണാൻ പറ്റും. അങ്ങനെ പല കെട്ടിടങ്ങളിലും അങ്ങനെയുണ്ട്. അപ്പോൾ മുകളിൽ എങ്ങാനും ഏതൊരു ഇച്ചിരി ലീക്ക് ഉണ്ടായാൽ പോലും താഴത്തെ ബാത്റൂമിൻ്റെ സൈഡിലേ ഉണ്ടാകുന്നുള്ളൂ, റൂമിലൊന്നും ഈ ഈർപ്പം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇനി ചിലർ ചോദിക്കും, ഈ 2 നില കൺസെപ്റ്റിൽ വീട് പണിതാൽ നഷ്ടമോ ലാഭമോ എന്ന്. ശരിക്കും ലാഭം തന്നെയാണ്. ഞാനത് മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നില താഴത്തെ ഗ്രൗണ്ട് ഫ്ലോർ നമ്മൾ വാർത്തു, അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഒരു നില കൂടി പണിയുവാണ്. നമ്മൾ അവിടെ ഒരു 2-3 മുറി കൂട്ടിയെടുക്കുന്നു. അപ്പം നമുക്ക് റൂഫ് ഇടേണ്ടി വരും. ആ റൂഫ് ഇടുമ്പോൾ താഴത്തെ ഗ്രൗണ്ട് ഫ്ലോറിൽ നമുക്ക് നല്ല തണുപ്പ് അനുഭവപ്പെടാൻ അത് നല്ലതാണ്. നല്ലൊരു തണുപ്പുണ്ടാകും. നല്ല വെയിലൊക്കെ കൊള്ളുന്ന സ്ഥലത്താണ് നമ്മുടെ വീട് ഇരിക്കുന്നതെങ്കിൽ മുകളിൽ റൂഫ് ഇട്ടിപ്പോൾ ആൾക്കാർ സംരക്ഷിക്കുന്നുണ്ട്. കൂടാതെ വാർക്കയ്ക്ക് എന്തെങ്കിലും വിള്ളലോ അല്ലെങ്കിൽ ഈ വെള്ളം താഴേക്ക് വലിയുന്ന അവസ്ഥയോ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പരിഹരിക്കാൻ ആളുകൾ ഇപ്പോൾ റൂഫ് ഇടുന്നുണ്ട്. അപ്പോൾ ഈ റൂഫ് ഇടുന്നത് നമ്മൾ വേസ്റ്റ് ആക്കണ്ട, റൂം എടുക്കണം. അങ്ങനെ റൂം എടുക്കുമ്പോൾ നമുക്ക് നല്ല സൗകര്യം ഉണ്ടാകും. നമ്മൾ രാത്രി കാലങ്ങളിൽ കിടക്കാൻ മാത്രം മുകളിലേക്ക് കയറുവാണെങ്കിൽ നമുക്കിപ്പോൾ അത്യാവശ്യം സീലിംഗ് ഇട്ടില്ലെങ്കിലും നമുക്ക് താമസിക്കാം. സീലിംഗ് ഇട്ടാൽ വളരെ നല്ല ഭംഗിയായിരിക്കും. ഏതെങ്കിലും ഒരു പോർഷൻ അല്ലെങ്കിൽ സിറ്റ് ഔട്ട്, മുകളിലത്തെ നിലയിൽ ഒരു സിറ്റ് ഔട്ട്, അത് ഭംഗിയായിട്ട് അഴിയൊക്കെ ഇട്ട് നല്ല ചില്ലൊക്കെ വെച്ച് നല്ല രസമായിരിക്കാം കാണാൻ. അങ്ങനെയുള്ള ചെറിയ വീടൊക്കെ കാണുമ്പോൾ എന്നാ ഭംഗിയാണ്. പിന്നെ നമ്മൾ ജനൽ എപ്പോഴും ഈ വാർക്കയുടെ ജനൽ തന്നെയാണ് നല്ലത്. കാരണം തടിയുടെ ജനൽ വയ്ക്കുമ്പോൾ പലപ്പോഴും അത് ഈ സിമെൻറ്റ് ഇഷ്ടികയ്ക്കാണ് പണിതിരിക്കുന്നതെങ്കിൽ പോലും ചെതൽ കയറും, അല്ലെങ്കിൽ കുത്തി ഇങ്ങനെ ഉച്ചം കുത്തുക എന്ന് പറയും, അതിന് പൊടിയൊക്കെ വീഴും. അപ്പോൾ ഈ പെട്ടെന്ന് തന്നെ ഈ ജനലിൻ്റെ ഈ പാളിയൊക്കെ പെട്ടെന്ന് തന്നെ നഷ്ടപ്പെട്ടു പോകും ജനൽ. അതുകൊണ്ട് ജനൽ എപ്പോഴും വാർക്ക തന്നെയാണ് എൻ്റെ ഒരു ചോയ്സാണ് ഞാൻ പറയുന്നത് കേട്ടോ. എൻ്റെ അനുഭവം കൊണ്ട് ഞാൻ ആദ്യമൊക്കെ പണിത വീടിന് ഞാൻ തടി കൊണ്ടുള്ള ജനൽ വെച്ചു. അത് ഒരു 2-3 വർഷം കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഉച്ചം കുത്താൻ തുടങ്ങി. അതെന്നാന്ന് വെച്ചാൽ ഈ പക്കം നോക്കി തടി വെട്ടി ജനൽ തീർക്കാത്തത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നതെന്നൊക്കെയാണ് പറയുന്നത്. എന്തായാലും അതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഈ വാർക്കയുടെ ജനലാണെങ്കിൽ വളരെ നല്ലതാണ്. ഒരു കുഴപ്പവും വരില്ല. നമ്മളത് പിള്ളേരൊക്കെ അതിൻ്റെ സൈഡൊക്കെ ഇച്ചിരി കുത്തി പൊട്ടിച്ചാലും അത് പുട്ടി വെച്ചടിച്ചാണെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ നമ്മൾ മുകളിലേക്ക് വി ബോർഡ് വെച്ച് പണിയുമ്പം അവിടെ നമുക്ക് ഈ ഇരുമ്പിൻ്റെ ജനലാണ് ഏറ്റവും ഉത്തമം. അവിടെ നമുക്ക് ചില്ലുമൊക്കെ ഇട്ട് എപ്പോഴും നമ്മൾ ജനൽ വയ്ക്കുമ്പോൾ ഒരു 3 പാളി ജനലെങ്കിലും വയ്ക്കാൻ നോക്കുക. 3 പാളിക്കാണെങ്കിൽ റൂമിനുള്ളിൽ നല്ല വെളിച്ചം ഉണ്ടാകും, എപ്പോഴും നല്ലൊരു പോസിറ്റീവ് എനർജി. അവിടെ നല്ല ഭംഗിയുള്ളൊരു കർട്ടനൊക്കെ ഇടുമ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ റൂമിനുള്ളിൽ. അപ്പോൾ 3 പാളി ജനലാണ് എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. കാരണം നമ്മൾ അത്രയും ഏരിയ ഇഷ്ടിക വെച്ച് പണിയുമ്പോൾ ഉണ്ടാകുന്ന അത്രയും ചിലവ് തന്നെ നമുക്ക് ഈ ജനൽപ്പാളിക്കും ചിലവാകുന്നുള്ളൂ. അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയതാണ്. കാരണം മിക്ക വീട്ടിലും 2 പാളി ജനൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ 2 പാളി ജനൽ വെച്ചാൽ എന്താണ് അതിനകത്ത് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ എന്ന് നോക്കിയപ്പോൾ കറക്റ്റാണ്. ആ 3 പാളി ജനലിൻ്റെ അതേ എമൗണ്ട് തന്നെ ഈ കട്ട കൊണ്ട് പണിയുമ്പോഴും നമുക്ക് വരുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ 3 പാളി ജനൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ റൂമിനുള്ളിൽ നല്ല വെളിച്ചവും നല്ല പോസിറ്റീവ് എനർജിയും ഒക്കെ ഉണ്ടാവണമെങ്കിൽ നമുക്ക് നന്നായിട്ട് പ്രകാശം ഉണ്ടാവണം. അപ്പോൾ ലൈറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നല്ല വെളിച്ചം ഉണ്ടാകണം. പിന്നെ മുകളിലേക്ക് 2-3 മുറി പണിയുന്നതിനെ കുറിച്ചാണല്ലോ ഇപ്പോൾ ഇത്രയും സമയം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇത് എത്ര കണ്ട് ലാഭകരമാക്കാമെന്നുള്ളതിന് മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. നമ്മൾ ഫ്ലോറ് ഇപ്പം വാർക്കയുടെ മുകളിൽ നമ്മൾ റൂം എടുക്കുമ്പോൾ നമ്മുടെ ഫ്ലോറ് നമ്മൾ ടൈലിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം ടൈലിന് പകരം നല്ല ഭംഗിയുള്ള ഷീറ്റ് നമുക്ക് ഒട്ടിക്കാൻ കിട്ടും. അത് ഇപ്പോൾ ഒരുപാട് കടകളുണ്ട്. ഓൺലൈനായിട്ടാണെങ്കിലും മേടിക്കാം. പക്ഷേ ഓൺലൈൻ മേടിക്കുന്നതിനേക്കാൾ നല്ലത് നമ്മൾ കടയിൽ തന്നെ പോയി സെലക്ട് ചെയ്യുന്ന. കാരണം നമുക്ക് ഇഷ്ടമുള്ള നല്ല ഡിസൈൻ നോക്കി, ക്വാളിറ്റിയിലും വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ക്വാളിറ്റി നോക്കി നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ 10 അടി നീളവും 8 അടി വീതിയിലുമുള്ള ഒരു റൂമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നമുക്ക് ഏകദേശം 10 അടി നീളത്തോളം നമുക്ക് മുറിച്ച് മേടിക്കാൻ പറ്റും ഈ ഷീറ്റ്. നമ്മളത് മുറിച്ച് നമുക്കൊരു 2 ഷീറ്റ് ഇട്ടാൽ ആ ഒരു മുറി ഫുള്ളാകും. കാരണം നല്ല നീളവും വീതിയും ഉള്ള ഷീറ്റുണ്ട്. അത് മേടിച്ചൊരു 2 എണ്ണം ഒട്ടിച്ചാൽ ഓക്കെയാണ്.
അത് ഒട്ടിക്കാൻ നമുക്ക് തന്നെ ഒട്ടിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഒരു വീട് പണിതപ്പോൾ റൂമൊക്കെ ഞാൻ തന്നെ ഒട്ടിച്ചത്. കാരണം ഈ ഷീറ്റ് നമുക്ക് റോളായിട്ട് ഇങ്ങനെ കിട്ടും. അപ്പോൾ ആ ഷീറ്റ് നമ്മളങ്ങ് നിവർത്തുന്നതിനനുസരിച്ച് നമ്മൾ പശ തേച്ച് പോയാൽ മതി. പശ ഞാൻ ഒട്ടിച്ചപ്പോൾ ഞാൻ ഫുള്ളും പശ തേച്ചില്ല. കാരണം ഈ ആ ഷീറ്റിൻ്റെ സൈഡിൽ മാത്രമേ ഞാൻ പശ തേച്ചുള്ളൂ. അതെന്താണെന്ന് വെച്ചാൽ കാലക്രമേണ എനിക്ക് ടൈൽ ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ ഈ ഷീറ്റ് പൊളിച്ചെടുത്തിട്ട് നമുക്ക് ടൈൽ ഇടാം. അപ്പോൾ എളുപ്പമാണ്. അപ്പോൾ നമ്മളുടെ ഫ്ലോറിന് വലിയ കുഴപ്പമൊന്നും വരില്ല. ഇനിയിപ്പോൾ ആ ഷീറ്റ് നമുക്ക് മാറിയിട്ട് വേറൊരു ഡിസൈൻ ഷീറ്റ് ഇനി ഇടണമെന്ന് തോന്നുവാണോ, അപ്പോൾ നമുക്ക് പൊളിച്ചെടുത്തിട്ട് വേറെ ഷീറ്റ് മേടിച്ചിടാനും ഇത് സൗകര്യമായിരിക്കും. ഈ ഷീറ്റ് വിരിച്ചാൽ നല്ല ടൈലാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ഷീറ്റ് നമുക്ക് കിട്ടും. അത് ഒട്ടിച്ചാൽ നല്ല ഭംഗിയായിരിക്കും. അത് നമുക്ക് തുടയ്ക്കാനും ഇപ്പോൾ ചെളിയൊക്കെ പറ്റിയാലും നമ്മൾ വെള്ളം മുക്കി തുടച്ചാലും നല്ല വെണ്മയുണ്ടാകും. ഒരു കുഴപ്പം വരില്ല. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആ റൂമിനുള്ളിലിടുന്ന ഫർണിച്ചറിൻ്റെ അടിയിൽ എപ്പോഴും ഒരു ബുഷുള്ളത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ച് വലിച്ചൊക്കെ ഷീറ്റ് കീറിപ്പോകാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഗ്രൗണ്ട് ഫ്ലോറിലും നമുക്ക് ഷീറ്റ് ഒട്ടിക്കാം. അങ്ങനെ ഷീറ്റ് ഒട്ടിച്ചൊരു വീട് എൻ്റെ ഒരു ഫ്രണ്ടിന് ഞാനാണ് ഷീറ്റ് ഒട്ടിക്കാനൊക്കെ കൂടി. അപ്പം അവൾക്ക് ഞാൻ വളരെ സൗജന്യമായ രീതിയിൽ അത് ചെയ്തു കൊടുത്തിരുന്നു. ആ വീട്ടിലേക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് വീട് പണിത് കഴിയുമ്പോൾ അതിൻ്റെ സ്ക്വയർ ഫീറ്റൊക്കെ അളന്ന് പഞ്ചായത്തുകാർ വന്ന് ഈ സ്ക്വയർ ഫീറ്റൊക്കെ അളന്നപ്പം പറയാം, ആ ടൈൽ ഒട്ടിച്ചതിന് ടാക്സ് കൂടും കേട്ടോ പറഞ്ഞു. ഇവർ അകത്ത് കയറി നോക്കി ടൈലാണെന്നും പറഞ്ഞ് അവരില്ല. അപ്പോൾ പറഞ്ഞു അല്ല, ഇത് ടൈലല്ല, ഇത് ഷീറ്റ് ഒട്ടിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അവർക്കങ്ങ് കയ്യിടാന്നായി പോയി. കാരണം അത്രയ്ക്ക് ഭംഗിയായിരുന്നു ആ ഈ ഷീറ്റിൻ്റെ കളറും ഡിസൈനും ഒക്കെ. അങ്ങനെ ഒട്ടിക്കുമ്പോൾ ടൈലിൻ്റെ പൈസ ലാഭമാണ്. പണിക്കൂലി വേറെ എക്സ്ട്രാ വരുന്നില്ല. നമുക്ക് കൂടുതലായിട്ട് നമ്മൾ തറ മിനുസമുള്ളതായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിത് മാറ്റണമെന്ന് വെച്ചാൽ മാറ്റുകയും ചെയ്യാം. പിന്നെ മറ്റൊന്ന് ടാക്സും കുറഞ്ഞു കിട്ടും. അല്ലെങ്കിൽ ടൈലൊട്ടിച്ച വീടിനൊക്കെ BPL നിന്ന് പെട്ടെന്ന് APL കാർഡിലേക്ക് വരും. അപ്പോൾ അവരുടെ വീട് BPL ആയിരുന്നു, അത് APL ആക്കേണ്ടി വരും എന്നൊക്കെ പറഞ്ഞാണ് വന്നത്. അപ്പോൾ പഞ്ചായത്തുകാർ വന്നപ്പോൾ ഒട്ടിക്കാത്ത വീടായതുകൊണ്ട് അവരിപ്പോഴും BPL തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ ലാഭകരമാണ്, വൃത്തി ഉള്ളതുമാണ്, നമുക്ക് വളരെ ചിലവ് കുറഞ്ഞതാണ്. ഏതാണ്ട് ഒരു 2400 രൂപ 2500 രൂപയ്ക്ക് ഒരു മുറി നമുക്ക് ഷീറ്റിട്ട് നല്ല ഈ ഫ്ലോർ ഷീറ്റ് ഇട്ട് എടുക്കാൻ പറ്റും. അപ്പം ഇത്രയും കാര്യങ്ങൾ പറയട്ടെ. ഇനി ഞാൻ എൻ്റെ മുൻ വീഡിയോയിൽ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈർപ്പമുണ്ട് ഭിത്തിയിൽ, അത് എങ്ങനെ മാറ്റാൻ പറ്റുമെന്ന്. അതിനുള്ളൊരു പോംവഴി, നമ്മളങ്ങനെ ഈർപ്പം നിൽക്കുന്ന ഭിത്തിയിൽ ഇപ്പം പുട്ടി അടിച്ചാലും പിടിക്കത്തില്ല, സിമെൻറ്റ് പിടിക്കത്തില്ല, അങ്ങനെയൊക്കെയുള്ള പെയിൻറ്റ് പിടിക്കില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഇങ്ങനെ എന്താ മഞ്ഞ് പോലെ ഇങ്ങനെ പൊളിഞ്ഞ് അങ്ങനെ നിൽക്കും. ഫംഗസൊക്കെ ആണെന്നാണ് പറയുന്നത്. എനിക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. എന്തായാലും ഞാൻ പറയട്ടെ, അതെങ്ങനെ മാറ്റാമെന്ന് ചോദിച്ചാൽ ഈ ഡോക്ടർ ഫിക്സിറ്റിൻ്റെ സുവർ സീൽ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. വളരെ നല്ലതാണ്, എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുകയാണ്. അത് നമ്മൾ ഒരു 5 കിലോയുടെ ഒരു പാട്ട മേടിച്ചാൽ വെള്ളം ചേർക്കരുത്. വെള്ളം ചേർക്കാതെ നമുക്കത് ഭിത്തിയിൽ തേക്കാം. ഈ ഭിത്തിയിൽ അത് തേക്കുന്നതിന് മുമ്പ് സ്ക്രാബ് ബ്ലേഡ് ഉണ്ട്. അതുകൊണ്ട് ഭിത്തി നന്നായിട്ട് അത്രയും ഭാഗത്ത് എവിടെയൊക്കെയാണോ ഈർപ്പുള്ള അത്രയും ഭാഗത്ത് ഇങ്ങനെ പൊളിഞ്ഞ് നിൽക്കുന്നതെല്ലാം നമ്മൾ ശരിക്കും ചുരണ്ടി കളഞ്ഞിട്ട് ഈ സുവർസീൽ ഒരു ബ്രഷ് കൊണ്ട് നമ്മളിപ്പോൾ ഈ വൈറ്റ് സിമെൻ്റ് അടിക്കുന്ന പോലെ തന്നെ അങ്ങ് അടിച്ചാൽ മതി. അതൊരു 2 കോട്ട് അടിക്കണം, ക്രോസ് ആയിട്ട് പിന്നെ സ്ട്രെയിറ്റ് ആയിട്ട്, അങ്ങനെ ഒരു 2 രീതിയിൽ ഇത് അടിക്കണം. അതിനുശേഷം അപ്പം നമ്മൾ ഈ ഭിത്തി ചിരണ്ടി വൃത്തിയാക്കിയിട്ടേ അടിക്കാവുള്ളൂ കേട്ടോ. കാരണം അവിടെ ഭിത്തിയൊന്ന് ചിരണ്ടി നല്ല ക്ലീൻ ആക്കിയിട്ട് നമ്മളവിടെ കഴുകുന്നതാണ് ഏറ്റവും ഉത്തമം. കഴുകിയൊന്ന് ഉണങ്ങിയിട്ട് ഇതങ്ങ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഈ സുവർസീൽ അടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പുട്ടി തേക്കണം. പുട്ടി തേച്ച് അത് നന്നായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നമുക്ക് എമർഷൻ അടിക്കാം. എമർഷനും അടിച്ചു കഴിഞ്ഞിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ. അപ്പം ഒരു കാരണവശാലും പിന്നെ ആ ഈർപ്പം ഉണ്ടാവില്ല. പുതിയതായിട്ട് ബാത്റൂം പണിയുന്നവർ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ടൈൽ ഒട്ടിക്കുന്നത് എപ്പോഴും ഈ ഒരു സ്ക്വയർ ഫീറ്റിൻ്റെ ടൈൽ മേടിച്ച് ഒട്ടിക്കാതിരിക്കുക. എന്നുവെച്ചാൽ ഒരടി. നമ്മൾ എപ്പോഴും ഉപയോഗിക്കേണ്ടത് നീളവും വീതിയും കൂടുതലുള്ള ടൈല് തന്നെ ഒട്ടിക്കാൻ നോക്കണം. കാരണം ജോയിന്റ് പരമാവധി നമ്മൾ ബാത്റൂമിൽ കുറയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. വാൾ ടൈലാണെങ്കിലും ഫ്ലോർ ടൈലാണെങ്കിലും നമ്മൾ വീതിയും നീളവും കൂടിയ ടൈല് തന്നെ മേടിച്ചൊട്ടിക്കുക. ഈ ഫ്ലോറിൽ ഒട്ടിക്കുന്ന ടൈലിന് ഗ്രിപ്പുള്ളതാണ് ഏറ്റവും ഉചിതം. അത് തന്നെ ഒട്ടിക്കണം. ബാത്റൂമിന് എപ്പോഴും അത് ശ്രദ്ധിക്കണം. ഇനി ടൈൽ ഒട്ടിക്കുമ്പോൾ അതിന്റെ 2 ടൈലുകൾ തമ്മിൽ കൂടിച്ചേരുന്നിടത്ത് ഗ്യാപ്പ് ഉണ്ടാവണം. ആ ഗ്യാപ്പിൽ നമ്മൾ അപ്പോക്സി ഫില്ല് ചെയ്യണം. ടൈൽ ഒട്ടിച്ചതിന് ശേഷം അപ്പോക്സി തേച്ച് ഫില്ല് ചെയ്താൽ മാത്രമേ ബാത്റൂമിനുള്ളിൽ ഈർപ്പം ഉണ്ടാകാതിരിക്കുള്ളൂ, അതായത് ചോർച്ച ഉണ്ടാകാതിരിക്കുള്ളൂ. മറ്റേ ഒരു തുള്ളി വെള്ളം ടൈലിന്റെ വിടവിലൂടെ ഇറങ്ങിയാൽ അത്
പല തുള്ളി പെരുവെള്ളം എന്നതുപോലെ പല പ്രാവശ്യമായിട്ട് ഈ വെള്ളം ഇങ്ങനെ ഇപ്പം വലിഞ്ഞ് അത് ഭിത്തിയിലേക്ക് ചെല്ലും. അങ്ങനെയാണ് ഈ ഭിത്തിയൊക്കെ ഇത്രയ്ക്ക് അധികം ബാത്റൂമിന്റെ ഭിത്തി നനയുന്നതിന്റെ കാരണം. ഓരോ തുള്ളി മതി, പക്ഷെ ഭയങ്കര ദോഷം. അതുകൊണ്ട് നമ്മൾ ടൈൽ ഒട്ടിക്കുമ്പോൾ അപ്പോക്സി ഇടുന്ന കാര്യം നിർബന്ധമായിട്ട് നമ്മൾ ടൈൽ ഒട്ടിക്കുന്നവരോട് പറയണം. അതിന് നല്ല എക്സ്പീരിയൻസ് വേണം. കാരണം 2 മരുന്നുകൾ തമ്മിൽ കൂട്ടി യോജിപ്പിച്ചാണ് ഈ അപ്പോക്സി നിർമ്മിക്കുന്നത്. അപ്പൊ അതൊക്കെ അറിയാവുന്ന എക്സ്പീരിയൻസ് ഉള്ള ആളുകളെ കൊണ്ട് തന്നെ വേണം നമ്മൾ ഈ അപ്പോക്സി തേപ്പിക്കാൻ. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വാൾ ടൈലും ഫ്ലോറിന്റെ ടൈലും കൂടിച്ചേരുന്നിടത്ത്, അതായത് ബാത്റൂമിന്റെ ഭിത്തിയുടെ സൈഡിൽ എല്ലായിടത്തും ആദ്യം നമ്മൾ വാൾ ടൈലാണ് ആദ്യം ഒട്ടിക്കുന്നത്. അതിനുശേഷമാണ് നമ്മൾ ഫ്ലോറിൽ ടൈൽ ഒട്ടിക്കുന്നത്. അപ്പം ആ വാൾ ടൈൽ ഒട്ടിച്ചു കഴിഞ്ഞ് ഈ ഫ്ലോറിലെ ടൈൽ ഒട്ടിക്കുമ്പോൾ രണ്ടിന്റെയും കൂടി ഇടയിൽ ഗ്യാപ്പ് ഉണ്ടാവണം. ആ ഗ്യാപ്പിൽ അപ്പോക്സി തേച്ച് ഫില്ല് ചെയ്യണം. 4 സൈഡിലും ഇതുപോലെ അപ്പോക്സി തേച്ച് ഫില്ല് ചെയ്താൽ മാത്രമേ ഈ ചോർച്ച, ഈ ലീക്ക് ഉണ്ടാകാതിരിക്കുള്ളൂ. അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് പറഞ്ഞു വേണം ചെയ്യിക്കാൻ. പിന്നെ ബാത്റൂമിനുള്ളിലെ ഏതെങ്കിലും ഒരു കോർണറിലായിരിക്കും നമ്മൾ പുറത്തേക്ക് വെള്ളം ഇടാനുള്ള അരിപ്പ വയ്ക്കുന്നത്. ആ അരിപ്പ വയ്ക്കുന്നിടത്ത് 2 സൈഡിലും ഒരു 2 ഇഞ്ചിന്റെ എങ്കിലും അകലം വേണം. ഭിത്തിയുമായിട്ട് ഒരു 2 ഇഞ്ച് അകലമെങ്കിലും ഇട്ട് വേണം ഈ അരിപ്പ വയ്ക്കാൻ. പണിക്കാരെ എളുപ്പത്തിന് ഭിത്തിയോട് ചേർത്ത ഒരു മൂലയിൽ അങ്ങനെ അങ്ങ് കൊണ്ടുപോയി വെക്കും. അവിടെ ഈ അപ്പോക്സി തേച്ച് ഫില്ല് ചെയ്തില്ലെങ്കിൽ, തേക്കാനും വലിയ ബുദ്ധിമുട്ടാവും. അത് തേച്ച് ഫില്ല് ചെയ്തില്ലെങ്കിൽ അതിലൂടെ ലീക്ക് ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഇത് ശ്രദ്ധിക്കണം. ആ അരിപ്പ വെക്കുന്ന ആ ഭാഗത്ത് ടൈലിന്റെ അരിപ്പയുടെയും കൂടി വിടവില് നന്നായിട്ട് അപ്പോക്സി തേച്ച് ഫില്ല് ചെയ്യുകയും ചെയ്യണം. അതുപോലെ തന്നെ അടുക്കളയിലെ വാഷിംഗ് ബേസിൻ, അവിടെയും നമ്മളിത് ശ്രദ്ധിക്കണം. അവിടെ ടൈൽ ഒട്ടിക്കുമ്പോഴും ഇത് ശ്രദ്ധിക്കണം. ഈ പ്രധാനപ്പെട്ട കാരണം നമ്മളിപ്പോ ഈ പാറപ്പൊടിയാണ് കൂടുതലും നമ്മൾ ഭിത്തി കെട്ടാനും കോൺക്രീറ്റിനും എല്ലാം ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ആണ് ഇത്രയധികം ദോഷവശങ്ങൾ ഉണ്ടാകുന്നത്. നമുക്കിപ്പം മണലൊന്നും കിട്ടാനില്ലല്ലോ. അപ്പൊ നമ്മൾ ഈ പാർപ്പൊടി എന്നൊക്കെ പറഞ്ഞാൽ പെട്ടെന്ന് വെള്ളം കുടിച്ച് അങ്ങനെ വലിഞ്ഞു പോകും. അതുകൊണ്ട് നമ്മൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം വീട് പണിയാൻ. ഞാൻ ഈ മുമ്പ് ചെയ്ത വീഡിയോയിൽ ഒരു കമന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, വെയിറ്റ്ലെസ് കട്ട എവിടെ കിട്ടുമെന്ന്. വെയിറ്റ്ലെസ് കട്ട നമ്മൾ സാധാരണ ഇഷ്ടിക കളത്തിൽ നിന്ന് കിട്ടത്തില്ല. അതിന് പ്രത്യേകം ഷോപ്പുകളുണ്ട്. അത് നമ്മുടെ സമീപത്ത് എവിടെയാണ് ഈ വെയിറ്റ്ലെസ് കട്ട കിട്ടുന്ന ഷോപ്പുള്ളതെന്ന് നമ്മൾ അന്വേഷിച്ച് കണ്ടെത്തണം. മിക്ക ഏരിയയിലും തന്നെ ഇപ്പോൾ വെയിറ്റ്ലെസ് കട്ടയൊക്കെ അവൈലബിൾ ആണ്. അങ്ങനെയാണ് എനിക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ അത് പ്രത്യേക ഷോപ്പുണ്ട്, അത് കണ്ടെത്തണം. വി ബോർഡും ഇപ്പൊ എല്ലായിടത്തും തന്നെ അവൈലബിൾ ആണ്. അപ്പൊ വി ബോർഡ് പണിയുന്ന ആളുകളോട് നമ്മൾ സമീപിച്ച് അവരെ കൊണ്ട് നല്ല ക്വാളിറ്റിയുള്ള വി ബോർഡ് തന്നെ സെലക്ട് ചെയ്യണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. സിമെന്റ് ഇഷ്ടികയ്ക്ക് പണിയുന്നവര് സിമെന്റ് ഇഷ്ടിക സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആ സിമെന്റ് ഇഷ്ടിക പണിയുന്ന കട്ടക്കളത്തിൽ ചെന്ന് നമ്മൾ ആ കട്ടയുടെ ക്വാളിറ്റി നോക്കി തന്നെ മേടിക്കണം. ഒരു 2-3 കട്ടക്കളമെങ്കിലും നമ്മൾ കാണണം. എന്നിട്ട് ഏറ്റവും ക്വാളിറ്റി ഉള്ള കട്ട നോക്കി നമ്മൾ മേടിക്കാൻ ശ്രമിക്കണം. കാരണം കട്ട ചിലപ്പോൾ താഴേക്ക് വീണാൽ പൊടിഞ്ഞു പോകുന്ന കട്ടകളുണ്ട്. കൂടുതൽ മെറ്റലിട്ടിട്ട് സിമെന്റ് വളരെ കുറച്ച് പിടിക്കുന്ന കട്ടകളുണ്ട്. അതൊക്കെ നമ്മൾ നോക്കി നല്ല ക്വാളിറ്റി ഉള്ള കട്ട തന്നെ സെലക്ട് ചെയ്യാൻ നോക്കണം. നമ്മളെപ്പോഴും വീടിനുള്ള മെറ്റീരിയൽസ് വാങ്ങിക്കുമ്പോൾ ഒരു 2-3 സ്ഥലങ്ങളെങ്കിലും സന്ദർശിച്ച് അതിന്റെ വിലയൊക്കെ ഒന്ന് മനസ്സിലാക്കി അതിന്റെ ക്വാളിറ്റിയും മനസ്സിലാക്കി തന്നെ നമ്മൾ എടുക്കാൻ ശ്രമിക്കണം. ഇപ്പൊ പാറപ്പൊടി മേടിക്കുന്ന കൃഷി തന്നെയാണേലും പല ക്വാളിറ്റിയിലുള്ള പാറപ്പൊടി അവൈലബിൾ ആണ്. അപ്പൊ പല കൃഷിക്കാരും പല രീതിയിലാണ്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ. ഞാനും എന്റെ ഹസ്ബൻഡും കൂടി നിർമ്മിച്ചിട്ടുള്ള എല്ലാ വീടുകൾക്കും തന്നെ ഹെൽപ്പായിട്ട് നിന്നിട്ടുള്ളത് എന്റെ സഹോദരനാണ്. ഞങ്ങളോടൊപ്പം നിന്ന് എനിക്ക് എല്ലാ കാര്യത്തിലും ഒരു സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ള എന്റെ സഹോദരന് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനും ഇത്രയും എക്സ്പീരിയൻസ് എനിക്ക് ഉണ്ടാവാനുമുള്ള കാരണം എന്റെ സഹോദരനും കൂടിയാണ്. നല്ല ഈടുറ്റ വീട് നിർമ്മിക്കുന്നതിന് നല്ല കഴിവുണ്ട് അവന്. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് എന്റെ സഹോദരൻ. അവന്റെ പേര് സന്തോഷ് എന്നാണ്. നല്ല രീതിയിൽ കെട്ടിടം പണിയാനൊക്കെ നല്ല കഴിവുള്ള ഒരു വ്യക്തിയാണ്. കൂടാതെ ഒരു ആർച്ചാണെങ്കിലും ഒരു ഷെൽഫാണെങ്കിലും ഗേറ്റ് അതുപോലെ തന്നെ തൂണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനില് പണി തീർക്കാൻ അവന് നല്ല കഴിവാണ്. ഗാർഡനിലൊക്കെയുള്ള കുളമൊക്കെ നിർമ്മിക്കുന്ന നല്ല അട്രാക്റ്റീവായ രീതിയിൽ അങ്ങനെ നിർമ്മിക്കാൻ കഴിവുള്ള ഒരാളാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്റെ സഹോദരന്റെ സേവനം ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ അവന്റെ കോണ്ടാക്ട് നമ്പർ തരാം. ഞാനിപ്പോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വേറെ ഇനി എന്തെങ്കിലും എന്റെ മെമ്മറിയിൽ ഞാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഞാനത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് സംശയം ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാനതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. പ്രോഫിറ്റബിൾ ആയിട്ടുള്ള പല ടിപ്സുകളും ഞാൻ പാർട്ട് 1 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് കാണാത്തവര് അത് കാണാൻ ശ്രമിക്കണം.